ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ മഹേഷിന് സംസാരിക്കാനാവുന്നില്ല കേട്ടോ. എന്തൊക്കെയോ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ സംസാരിക്കുന്ന സമയത്ത്. ആ സമയത്താണ് മഹേഷിന് കോള് വരുന്നത്. അങ്ങനെ ഇഷിതയാണ് എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ വിവേകാണ് വിളിച്ചത്. വലിയൊരു ലേലത്തിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മഹേഷിന് വയ്യ, അതുകൊണ്ട് വേറെ ആരെങ്കിലും വിടാനായിട്ട് ഇഷിത പറഞ്ഞപ്പോൾ അതിന് ഒരു ചാൻസും ഇല്ല. കാരണം ഇതിന് മഹേഷ് തന്നെയാണ് പോകേണ്ടത്. അപ്പോഴേക്കും എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ഇഷിത പറഞ്ഞു മഹേഷിനോട്, ആ ലേലത്തിൻ്റെ കാര്യം പറയാനായിട്ട് വിളിച്ചതാണ്, വളരെ അത്യാവശ്യമാണെന്ന്. അപ്പോഴേക്കും മഹേഷ് പറയും, എനിക്ക് പോയേ പറ്റുമെന്ന്. എന്തായാലും ഞാൻ പറയുന്ന അനുസരിക്കുമോ? എന്നാൽ നിങ്ങൾ പോണ്ട എന്നൊക്കെ ഇഷിത കളിയാക്കി പറയുകയാണേ. എനിക്ക് ഈ ലേലം പിടിച്ചേ മതിയാവൂ എന്നവൻ പറഞ്ഞപ്പോഴേക്കും, ഞാൻ പറയുന്ന പോലെ ചെയ്യാമെന്നോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. എൻ്റെ പൊന്നേ, എനിക്ക് വയ്യ പ്രോജക്റ്റ്. അയ്യോ, ഇപ്പോഴാണ് എൻ്റെ ഗുണം മനസ്സിലായിരുന്നോ? ഈ തിരിച്ചറിവിന് നന്ദി. ഇതിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന അറിയാതെ നമ്മുടെ മഹേഷ്. പക്ഷേ ഈശ്വരയ്ക്കെല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു. പോയി ഒരു നോട്ട് പാടും പേന എടുത്തുകൊണ്ട് വന്നു മഹേഷ്. എഴുതി കാണിക്കുക, വേറെ നിർവാഹമില്ലല്ലോ. അങ്ങനെ എഴുതി കാണിക്കുകയാണ്. ലേലത്തിന് പോയേ പറ്റുള്ളൂ. ലേലത്തിന് പോണം. താൻ കൂടെ വരുമോ? ഇല്ല, ഇന്ന് മഹേഷിന് റെസ്റ്റ് വേണം. പറ്റില്ല പറ്റില്ല പറ്റില്ല, എഴുതി കാണിക്കുക പ്ലീസ് എന്ന്. നോ എന്ന് ഇഷിത പറഞ്ഞു. പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി, ഞാൻ വരാം. അങ്ങനെ ഇഷിത പോകാൻ തയ്യാറാവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിപ്പിമോള് ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ, മുത്തശ്ശനോടും മുത്തശ്ശിയോടും. അതായത് നമ്മുടെ സ്വപ്നവല്ലിയോടും രാമനാഥനോടും ഒരു ചോദ്യം. അച്ഛമ്മയും കേൾക്കണം. ചോദിക്കുക. ഒരു ചേട്ടൻ പരീക്ഷ എഴുതാൻ ഹോളിലേക്ക് കയറി. ഏത് ക്വസ്റ്റ്യനാ വരിക എന്ന് ആ ചേട്ടൻ ചിന്തിച്ചിരിക്കുക. എന്നിട്ട് പുറത്തേക്ക് നോക്കി. എന്തിനാ ഏട്ടൻ പുറത്തേക്ക് നോക്കിയത്? ആ ചേട്ടൻ്റെ അമ്മയോ അച്ഛനോ പുറത്തുണ്ടോയെന്ന് നോക്കിയതായിരിക്കും. സ്വപ്നവല്ലി പറഞ്ഞു, അതെ, പുറത്തൊരു കൂട്ടുകാരൻ നിന്ന് എന്തോ പറയുന്നു. അല്ല, പുറത്തോട്ടൊരു പട്ടി പോകുന്നു. അല്ലേ അല്ല, പറ. അച്ഛമ്മേ സുല്ലിട്ടോ. ആ അതെ, ആ ചേട്ടൻ പുറത്തേക്ക് നോക്കിയിരുന്നതിൻ്റെ കാര്യം ടീച്ചർ പറഞ്ഞിരുന്നു. ചോദ്യം പുറത്തുനിന്നാണ് വരുന്നതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാമനാഥനും സ്വപ്നവല്ലിയും കൈയടിക്കുക. ചിപ്പി സൂപ്പറാണല്ലോ. എന്തായാലും ഈ സമയത്താണ് മഹേഷും രചനയും റെഡിയായി വരുന്നത്. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ് മോളെ എന്ന് കൊച്ചിനോട് ശബ്ദമില്ലാതെ മഹേഷ് ഇങ്ങനെ പറയുക. അപ്പോൾ ഇഷിത പറഞ്ഞു, ഡാഡിക്ക് ത്രോട്ട് ഇൻഫെക്ഷനാ, എന്തും ചോദിക്കാം, ഞാനാണ് ട്രാൻസ്ലേറ്റർ, വേറെ നിർവാഹമില്ല എന്ന്. എന്നിട്ട് നമ്മുടെ മഹേഷ് എന്തോ പറയുക. അപ്പോഴേക്ക് ഈശ്വര പറഞ്ഞു, അതെ, ഇന്നലെ അമ്മ പറയുന്നത് അനുസരിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാ. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, ഇവളെന്നെ കളിയാക്കുകയെന്ന്. അപ്പം ഈശ്വര പറഞ്ഞു, അതെ, അനുസരിച്ചോളാന്ന്, നല്ല കുട്ടിയായിട്ട് ജീവിച്ചോളാന്ന്. അതെ, മഹേഷിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ലേലം ഉണ്ടച്ചാ, ഞാനും കൂടി പങ്കെടുക്കാൻ പോവാം. അപ്പം നിങ്ങൾക്ക് കഴിക്കണ്ടേ? അതെ, പോകുന്ന വഴിക്ക് മരുന്ന് കൂടി വാങ്ങിക്കണം, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാനുള്ളതും ഉണ്ട്. എന്നാൽ ശരി. എന്നാൽ കണ്ടോ സ്വപ്നം, ഇതാണ് ഭാര്യ. തൊണ്ടയ്ക്ക് അസുഖം വന്നപ്പോൾ കൂടെ നിൽക്കുന്നത് കണ്ടോ? അയ്യോ, രാമനും അസുഖം വരുമ്പോൾ ഞാൻ കൂടെ നിൽക്കാം. അപ്പോൾ ചിപ്പിമോള് ചിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് പ്ലോട്ടാണ്. പിന്നെ കാണിക്കുന്നത് ആ ലേലം നടക്കുന്ന സ്ഥലമാണ്. ലേലത്തിൻ്റെ ആൾക്കാരിങ്ങനെ ഓരോരുത്തരുടെ പ്ലോട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതെ, ഇത് ഇൻഡസ്ട്രിയൽ മേഖലയാണ്. ലേലം എത്ര കയറ്റി വിളിച്ചാലും ഒരു നഷ്ടം ഉണ്ടാവില്ല. ആ സമയത്ത് ആകാശും രചനയും വരികയാണ്. ആകാശിനെയും രചനയും ലേലക്കാർ സ്വീകരിച്ചു. ആകാശ് മേനോൻ സാർ, ഇതെൻ്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ. ആകാശ് മേനോൻ സാർ വന്നതോടെ ലേലം ഉഷാറായല്ലോ, വാ 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 എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി എല്ലാവരോടും പറയുന്നത് പോലെ തന്നെ പറഞ്ഞു, ഇത് 10 ഏക്കറല്ലേ? അതെ 10 ഏക്കറാണ്. അതെ, 10 പോയിട്ട് 40 സെൻറ്റ് അധികമുണ്ട്. അത് പുറംപോക്കാണ്, അത് പിന്നെ ലേലത്തിൽ വരില്ല. ആധാരമൊക്കെ പക്കയാ. ഞാനൊരു 10 വർഷം മുമ്പ് 25 കോടിക്ക് വാങ്ങിയിട്ടതാ. അതിനടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ അത് കഴിഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ 3 ഇൻഡസ്ട്രി യൂണിറ്റ് വന്നു. ആകാശ് മേനോൻ സാറിന് എന്താ പ്ലാൻ? ലേലാവട്ടെ, പറയാം. അല്ല, വമ്പൻ ടീമുകളൊക്കെ എത്തിയോ എന്നിങ്ങനെ ആകാശ് ചോദിച്ചപ്പോൾ, സാറല്ലേ വമ്പൻ ടീം. അപ്പോഴേക്കും ആകാശ് ഒന്ന് ചിരിക്കുക കേട്ടോ, പുളകം കൊണ്ടൊരു ചിരി. അപ്പോൾ രചനയോട് ചോദിച്ചു ആകാശ്, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞാൻ എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞു രചന പുറത്തേക്ക് ഇറങ്ങിപ്പോവുക. സാർ, ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ CEO മഹേഷ് ചന്ദ്രൻ സാർ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പങ്കെടുക്കുന്നത്, ഏതോ ഒരു പുതിയ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അല്ല, അവരുടെ കേരള ചാപ്റ്റർ വിൽക്കുന്നു എന്ന് കേട്ടല്ലോ.
അതെ, അതിന് തടയിടാനായിട്ട് ഈ പ്ലോട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ ഒരു പ്ലാന്റ് തുടങ്ങി കമ്പനിയെ തൃപ്തിപ്പെടുത്താനാണ്. അതെ, എനിവേ നിങ്ങൾ ലക്കിയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലേലം പോകും എന്ന് ആകാശ് ഇങ്ങനെ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷും ഇഷിതയും വന്നു കേട്ടോ. മഹേഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാടിലെഴുതി കാണിച്ചാൽ മതി കേട്ടോ, ശബ്ദം അടഞ്ഞ കാര്യം ആരും അറിയണ്ട. ദേ മഹേഷ്, ദേ രചന നിൽക്കുന്നുണ്ട്, ഞാനേ അവക്കിട്ടൊരു പണി കൊടുക്കാൻ പോവാട്ടോ ഡിയർ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷിൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചു. വിവാഹം ചെയ്യുമ്പോഴോ അത് ആലോചിക്കുമ്പോഴോ നീ ഇത്ര ലവ്വിങ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. നിനക്ക് പ്രണയിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ. നിൻ്റെ നടത്തത്തിലും ശബ്ദത്തിലുമൊക്കെ ആഴ്ന്നിറങ്ങുന്ന പ്രണയം മാത്രം, എന്നോടുള്ള പ്രണയം. നീ പുരുഷനാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കരുത്തനായ എൻ്റെ പ്രിയപ്പെട്ടവനെ, 1000 ജന്മങ്ങൾ എനിക്ക് നിന്നോടൊപ്പം കഴിയണം. നിൻ്റെ ആദ്യ ഭാര്യ എത്രത്തോളം വിവരദോഷിയാണെന്ന് ഞാൻ അറിയുന്നു. അവൾക്ക് നിൻ്റെ പ്രണയം അറിയില്ല. വൃത്തികെട്ട ജന്തു എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു രചനയ്ക്ക് കലി വരുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഇഷിത രചനയ്ക്ക് അരികിലേക്ക് ചെയ്യില്ല. അയ്യോ, ഹലോ രചന, രചന ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മഹേഷിന് കൂട്ട് വന്നതാ. എന്നെ കൂട്ടാതെ മഹേഷ് ഇപ്പം എങ്ങും പോവില്ല. അടുത്ത ആഴ്ച ഞങ്ങളൊരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്യുക, 2 മാസം. സത്യം പറഞ്ഞ കരുത്തനായൊരു പുരുഷൻ്റെ കൂടെ പോകുമ്പോൾ എന്താ ധൈര്യമല്ലേ. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ തല്ലും. ഒരു പെണ്ണിനെ മനുഷ്യൻ ഇത്രയധികം സ്നേഹിക്കാൻ പാടുണ്ടോ? ഇതേ സമയം മഹേഷ് അവിടെ നിന്ന് വിളിക്കുകയാണ് കൈകൊട്ടി. ഇത് കണ്ടോ, ഞാൻ മാറിയാലും മഹേഷിനെ ഭയങ്കര ടെൻഷനാണ്. ഞാനങ്ങ് ചെല്ലട്ടെ കേട്ടോ, കാണാൻ രചന എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. രചനയ്ക്ക് കലി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെന്നു. അതെ, എന്താ മനസ്സിൽ പറഞ്ഞതെന്ന് മനസ്സിലായി. എൻ്റെ കഷ്ടകാലത്തിനാണ് ഈ മരണത്തിനെ കൊണ്ടുവന്നേ എന്നല്ലേ പറഞ്ഞത്? അങ്ങനൊന്നുമില്ല. അതെ, സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. വരൂ മാഡം, വരൂ വരൂ എന്ന് പറഞ്ഞു ആൾക്കാർ വിളിച്ചുകൊണ്ട് പോവുകയാണ് രചനയെ. രചനയല്ല, ഇഷിതയെയും മഹേഷിനെയും. എന്തായാലും നമ്മുടെ ചിപ്പി മോള് ഇഷിതയുടെ സ്വന്തം വീട്ടിലേക്ക്, അതായത് നമ്മുടെ 100ലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സുചിത്രയെയും മാഷിനെയും പ്രിയാമണിയെ ഇട്ട് ചുരണ്ടി ഓരോന്ന് പറയുകയാണ്. സുചിത്രയെ സുജിമോളെ പാഠം പഠിപ്പിക്കാൻ ഒരാൾ വന്നിട്ടുണ്ടല്ലേ. അനുഗ്രഹയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അനുഗ്രഹ ചേച്ചി തന്നെയാ. അല്ല, ഈ ഇവിടുത്തെ മുത്തച്ഛനും മുത്തശ്ശിയും അതെ നിങ്ങൾ തമ്മിൽ ക്രഷായിരുന്നോ? പിന്നല്ലേ, അമ്മ പറഞ്ഞായിരുന്നു. ഇതൊക്കെയാണോടി നിന്നെ അമ്മ പഠിപ്പിക്കുന്നത് എന്ന് പ്രിയാമണി ചോദിച്ചപ്പോഴേക്കും അതെ, ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൂപ്പനെ അമ്മൂമ്മയെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? സൗന്ദര്യമില്ലാത്ത പെണ്ണിനെ കെട്ടണമെന്ന് നേർച്ചയുണ്ടായിരുന്നോ? അപ്പോഴേക്കും എല്ലാവരും ചിരിക്കുക കേട്ടോ. ദേ കേട്ടോ മാഷേ, ഇഷു സംസാരിക്കുന്ന പോലെ തന്നെ. ഇഷുവിൻ്റെ ഹ്യൂമർ സെൻസ്. ഇവിടെയുള്ള എല്ലാവരും ഇവള് മിമിക്രി കാണിക്കുന്നേ. എന്നാ അതൊന്ന് കാണിച്ചേ. ആദ്യം അമ്മൂമ്മയെ തന്നെ കാണിക്കട്ടെ. എന്നാ നീ ഒന്ന് കാണിച്ചേ നോക്കട്ടെ. അങ്ങനെ കാണിക്കുക. എന്നിട്ട് കൊച്ചു കാണിക്കുക. ഇഷുവും സുജി ഇതുവരെയായിട്ട് എഴുന്നേറ്റിട്ടില്ലേ? 2 വീട്ടിൽ ചെന്ന് കയറേണ്ട പെൺകുട്ടികളാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. മാഷേ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? അതെങ്ങനെയാ? പത്രം വായിച്ച് ചായം കുടിച്ചെങ്കിൽ ഇരുന്നാൽ പോരെ? മാഷല്ലേ പിള്ളേരെ വഷളാക്കുന്നത്. തകർത്തു മോളെ, തകർത്തു. എന്നാ ഇനി അപ്പൂപ്പനെ കാണിക്കുക. ഓക്കെ. പ്രിയാമണേ, അതെ താൻ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താടോ കാര്യം എന്നും ചോദിച്ചിട്ട് കൊച്ചു പറയാ. ഇഷുവിൻ്റെ കാര്യത്തിൽ നമ്മൾ അഭിമാനിക്കണം കേട്ടോ. ഏറ്റവും അറിയപ്പെടുന്ന പീഡിയാട്രീഷ്യനല്ലേ നമ്മുടെ ഇഷു. അവൾ കുട്ടികളെ സ്വന്തം മോളെ പോലെയല്ലേ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കൊള്ളാലോ. അച്ഛമ്മയെ കൂടി ഒന്ന് കാണിച്ചേ പ്ലീസ്. രാമൻ അറിയോ? പ്രിയാമണി ഒരുത്തി എല്ലാത്തിനും കാരണം. അയ്യോ, ഒന്നും പറയണ്ട. ഞാൻ ആരാണെന്നേ അവൾക്ക് അറിയത്തില്ല. ഞാൻ തഞ്ചാവൂർ സ്വപ്നവല്യ എന്നൊക്കെ പറഞ്ഞ് ചിപ്പിമോൾ ഓരോരുത്തരെ അഭിനയിച്ച് കാണിക്കുകയാണ്. എന്തായാലും ഇനി ഷൂമയെ കൂടി ഒന്ന് കാണിക്കുക. അപ്പോഴേക്കും അത് വേണ്ട എന്ന് ചിപ്പിമോൾ പറഞ്ഞു. കണ്ടോ, അവൾക്ക് അമ്മയെ കളിയാക്കാൻ ഇഷ്ടമല്ല. അതെ, അമ്മയെ കാണിക്കാം, പക്ഷെ അമ്മയോട് പറയരുത്. ഇല്ല, പറയില്ല. അതെ, അമ്മ ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ പരിശോധിക്കുവാണേ. എന്നിട്ട് കൊച്ച് അതുപോലെയൊക്കെ കാണിക്കുവാണ്. കൊള്ളാലോ. എന്തായാലും സന്തോഷകരമായ നിമിഷമാണ്. അല്ല, ഇനി ഡാഡി വരുമ്പോൾ അമ്മ എങ്ങനെയാണെന്ന് കാണിച്ചേ. ഹലോ സിഇഒ, എന്താണിന്ന് ഹാപ്പി? നിറം മാറാത്ത എന്തിയേ? ചിപ്പിമോളെ കണ്ടോ, എന്താ ചിരി നോക്കിക്കേ. ഇന്നേ ഓന്തല്ല കേട്ടോ, എപ്പോഴാ നിറം മാറാമെന്ന് അറിയില്ല എന്നൊക്കെ പറയാണ്. എന്തായാലും എല്ലാവരും കൈയടിക്കുക. ഇതേ ഞങ്ങളുടെ ചക്കര മോള, പുന്നാര മോള്. അതെ, ഇതുകൂടി അങ്ങോട്ട് കഴിച്ച് എന്ന് പറഞ്ഞ് ചോക്ലേറ്റൊക്കെ കൊടുക്കുകയാണ്.
എന്തായാലും നമ്മുടെ ഇഷിതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ ഇഷിതയോടും മഹേഷിനോടും കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതാട്ടോ പിന്നെ കാണിക്കുന്ന സീന്. ആ പ്ലോട്ടിൻ്റെ ആൾക്കാർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇഷിത തന്നെ നിൽക്കുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ എന്നെ മനസ്സിലായോ? അതെ, കണ്ടേ ഓർമ്മയുണ്ട്. അതെ, എൻ്റെ മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഡെങ്കിപ്പനി വളരെ സീരിയസ് ആയിരുന്നു. മേഘനക്കുട്ടിയല്ലേ? ആ, ഞാനിപ്പോൾ ഓർക്കുന്നു. മിടുക്കിയായിട്ടിരിക്കുന്നോ? ആ, അവൾ മിടുക്കിയ. ഞാൻ ഓർക്കുന്നു രാപ്പകലില്ലാതെ ഡോക്ടർ എൻ്റെ മോളെ നോക്കിയത്. അപ്പോഴേക്ക് ലേലം ആരംഭിക്കാറായി എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ വേറൊരാൾ വരികയാണ്. അങ്ങനെ ലേലം തുടങ്ങാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മഹേഷും ഇഷിതയും അങ്ങോട്ടേക്ക് കയറി ചെന്നു. ആകാശ് അവിടെ ഓൾറെഡി ഇരിപ്പുണ്ട്, രചനയില്ല കേട്ടോ. ഇവനെന്താ ഇവളുമായിട്ട് വന്നത് എന്ന് മഹേഷിനെ നോക്കിയിട്ട് ആകാശ് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ഇഷിത പറഞ്ഞു, അതെ എനിക്കറിയാം, മഹേഷിൻ്റെ അല്ലേ ഭാഗ്യ നക്ഷത്രം ഞാനല്ലേ? ഞാൻ വിളിച്ചോളാട്ടോ ലേലം. ആഹാ, അങ്ങനെയാണെങ്കിൽ രചനയെ വിളിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രചനയെ വിളിക്കുകയാണ് ആകാശ്. രചന, നീ എവിടെയാ? അതെ, പുറത്ത് നിപ്പുണ്ട്, ഞാൻ പുറത്തുണ്ട്. അതെ, മഹേഷ് ചന്ദ്രൻ ഇഷിതയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. ആ, ഞാൻ കണ്ടായിരുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നടക്കുന്നത്. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതെ, മഹേഷിനെ എല്ലാവരും മഹേഷിൻ്റെ ലേലം വിളിക്കുന്നത് ഇഷിതയാണ്. അവളാണ് ഭാഗ്യനക്ഷത്രം എന്നൊക്കെ പറയുന്നു. താൻ വാടോ, താൻ വേണം എനിക്ക് വേണ്ടിയിട്ട് വിളിക്കാനായിട്ട്. താൻ വാ, താനാണ് എൻ്റെ ഭാഗ്യനക്ഷത്രം, താൻ വേണം ലേലം വിളിക്കാനെന്ന ആകാശ് മഹേഷ് കേൾക്കാനായിട്ട് രചനയോട് പറയുക. രചന വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇഷിത മഹേഷിൻ്റെ ചെവിയിൽ എന്തോ പറയുകയാണ്. പക്ഷേ നമ്മുടെ രചനയ്ക്ക് അത് തോന്നുന്നത് ഉമ്മ വയ്ക്കുന്നത് കേട്ടോ. കണ്ടോ, അവൾ ഉമ്മ വയ്ക്കുന്നത് കണ്ടോ പരസ്യമായിട്ട്. നീ അത് മൈൻഡ് ചെയ്യേണ്ടെന്നേ. എന്തായാലും ലേലം തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇഷിത തന്നെ മഹേഷ് എഴുതി കൊടുത്തതനുസരിച്ച് 32 കോടി വിളിച്ചു. അതെ, 35 കോടി എന്ന് പറയടി എന്ന് നമ്മുടെ രചനയോട് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ കൂട്ടി വിളിക്കുക. ആ സമയത്താണ് ഇഷിതയ്ക്കൊരു കോള് വരുന്നത്. ഹലോ, ആ അതെ മഹേഷ്, ചിപ്പിയ, ഞാൻ ഉടനെ വരാം കേട്ടോ, 1 മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുക ഇഷിത. ഈ സമയം ബാക്കിയുള്ളവർ ലേലം വിളിക്കുകയാണ്. അങ്ങനെ 61 കോടി വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മഹേഷ് ടെൻഷൻ അടിക്കുന്നു, ഇഷിത വന്നില്ലല്ലോ. അങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ വീണ്ടും എഴുതി കാണിക്കുകയാണ് മഹേഷ്. അപ്പോഴേക്ക് ഇഷിത പറഞ്ഞു, വേണ്ട, അതിനുള്ള വാല്യൂ ഒന്നും ഈ പ്രോപ്പർട്ടിക്ക് ഇല്ല. ഞാൻ പ്രോപ്പർട്ടി കണ്ടതല്ലേ, 62 നഷ്ടമാണ്. 65 കോടിക്ക് വേറെ ആൾക്കാർ വിളിക്കുന്നു. അവസാനം നമ്മുടെ രചന പറഞ്ഞു 70 കോടി. അത് കൂട്ടി വിളിക്കുന്ന മഹേഷ് പറയുന്നുണ്ട്. പക്ഷേ ഇഷിത സമ്മതിക്കുന്നില്ല, വേണ്ടാന്ന് തന്നെയാണ് പറയുന്നത്. ആകാശ് മേനോൻ 70 കോടി, 1 തരം, 2 തരം, 3 തരം. ആകാശ് മേനോന് ലേലം ഉറപ്പിച്ചു. എല്ലാവരും കൈയടിക്കുക കേട്ടോ. മഹേഷിനെ ആകെ സന്തോഷത്തിൽ രചനയും ഈ ആകാശും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ആകാശ് എഴുന്നേറ്റ് വന്ന് മഹേഷിനെ കളിയാക്കിക്കൊണ്ട് കൈ കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് വൈകുന്നേരം നമ്മൾ എപ്പിസോഡ് ഇടുന്നുണ്ട്, കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു. സീ യു അഗെയിൻ.